എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മാധവിൻ്റെ വീട്ടിലാണ്. നമുക്കറിയാം 2023 JEE മെയിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മാധവിന് വളരെ ഉയർന്നൊരു പെർസെൻറ്റൈൽ സ്കോർ തന്നെ നേടി നമ്മുടെ ബ്രില്യൻറ്റിനും അതുപോലെ തന്നെ മാധവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അപ്പം മാധവ്, കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ മോനെന്ത് തോന്നുന്നു ഇത്ര നല്ലൊരു സ്കോർ കിട്ടിയപ്പോൾ? ഞാൻ ഇത്രയും നല്ല സ്കോർ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം എക്സാം നന്നായി എഴുതിയിരുന്നു. പക്ഷേ സന്തോഷം. മോൻ ഫസ്റ്റ് സെഷൻ അപ്പിയർ ചെയ്തിരുന്നോ? ഫസ്റ്റ് സെഷനാണ് അപ്പിയർ ചെയ്തത്. അതിലാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് കിട്ടിയത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ബാക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ അഡ്വാൻസ്ഡും ഉണ്ട്. കേരളയും ട്രൈ ചെയ്യുന്നുണ്ടോ? ഞാൻ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണോ? അതെ. ഞാൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പം തന്നെ ഉദിത് സാർ പറഞ്ഞു അഡ്വാൻസ് തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് സെഷനായിട്ട് ഫുള്ള് അഡ്വാൻസ് ഉണ്ട്. അതെ, ഉദിത് സാറാണല്ലേ ക്ലാസ് ടീച്ചർ? ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോൻ്റെ ഈ ഒരു ജേർണി, അതായത് ഈ ഒരു JEE മെയിൻ്റെ എക്സാമിൻ്റെ ഒരു ജേർണി, ഇനിയിപ്പോൾ അഡ്വാൻസും കേരളയൊക്കെ എഴുതാതിരിക്കുകയാണ്. മോൻ്റെ ഈ ഒരു സ്റ്റഡി ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ? ഞാൻ ഫസ്റ്റ് ഇയർ ഫുള്ള് ഓൺലൈൻ ആയിരുന്നു. ബ്രില്യൻ്റ് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്കും ഓൺലൈൻ ക്ലാസ് കാണും. അങ്ങനൊരു പിന്നെ പഠിച്ച ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. സെക്കൻഡ് ഇയർ ഓപ്പൺ വന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 8 to 4:30 ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു നോക്കും. അതായത് മാന്നാനത്താണല്ലോ അല്ലേ മോൻ പഠിക്കുന്നത്? ഓക്കെ. അപ്പം മോന് അതായത് ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഒരു സെപ്പറേറ്റ് പാറ്റേൺ വല്ലതും ഉണ്ടായിരുന്നു? ഇങ്ങനെ ഈ രീതിയിൽ പഠിക്കണം എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും മോൻ ഒരു സെപ്പറേറ്റ് പാറ്റേൺ ഫോളോ ചെയ്തിരുന്നോ? അതോ എല്ലാത്തിനും ഒരു അത് ഏത് രീതിയിലായിരുന്നു മോൻ പഠിച്ചുകൊണ്ടിരുന്നത്? എനിക്ക് മാത്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഞാൻ മാത്സ് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. ഫിസിക്സ് ഇവിടെ ബ്രില്യൻ്റ് ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പം ആ മെറ്റീരിയൽ ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ചെയ്യും. കെമിസ്ട്രിയാണ് കുറച്ച് വീക്കായത്. അപ്പം അത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഇവിടെ ഒരുപാട് ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ചോദിച്ച് പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മാധവൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പം മോൻ്റെ പഠനത്തോട് അനുബന്ധിച്ചാണ് അച്ഛൻ സാർ ഇവിടെ വന്നിരിക്കുന്നത്. അമ്മ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലേ മോനെ? അതെ. അപ്പം സാറിന് എന്ത് തോന്നുന്നു? മോൻ ഇത്ര നല്ലൊരു മാർക്ക് കിട്ടി അല്ലേ? സാറ് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര നല്ല മാർക്ക് കിട്ടുമെന്ന്? ഏകദേശം അടുത്തൊക്കെ എത്തും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു നല്ല റിസൾട്ടാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മോൻ്റെ അമ്മയും ഹാപ്പിയാണോ? അമ്മയും ഹാപ്പിയാണ് അല്ലേ? ഓക്കെ. സാറ് മോനിങ്ങനെ പണ്ട് തൊട്ടേ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു അല്ലേ? ചെറുപ്പം മുതലേ അവനെ നന്നായി ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത്രയും സ്കോർ മേടിച്ചു. ഇനിയിപ്പോൾ അടുത്ത എക്സാം നമ്മുടെ JEE അഡ്വാൻസിൻ്റെയും കേരളയുടെ ഒക്കെ എക്സാമുകൾ വരുന്നുണ്ട് അല്ലേ സാറേ? അപ്പം അതിൻ്റെ പ്രിപ്പറേഷനിൽ അച്ഛനാണ് കൂടെ നിന്ന് മോനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലേ? അച്ഛനും അമ്മയും ഞാൻ രണ്ടുപേരും ഉണ്ട്. അമ്മ വരാറുണ്ട് അല്ലേ? അമ്മ ഇടയ്ക്ക് ഒഴിവുള്ള ദിവസമൊക്കെ വരാറുണ്ട്. ഓക്കെ. അമ്മ വിളിച്ച് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സാറ് ഹാപ്പിയാണോ? അതെ, ആണ്. ബ്രില്യൻറ്റിൽ നമ്മുടെ ഇപ്പോൾ മോൻ്റെ പഠനം സാർ എങ്ങനെ വിലയിരുത്തുന്നു? എങ്ങനെ സാറിന് ഹാപ്പി ആയിരുന്നോ മോൻ്റെ ആ ഒരു പഠന രീതിയൊക്കെ? ബ്രില്യൻറ്റിലെ പഠനം നല്ല ഉപകാരപ്രദമായിരുന്നു. ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സും കൂടി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ എത്തിയത്. ഓക്കെ. അതുപോലെ തന്നെ മാധവ്, ഇപ്പം മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ബ്രില്യൻറ്റിലെ ഫെസിലിറ്റി എന്തായിരുന്നു? ഇവിടെ ബ്രില്യൻറ്റിലെ ഏറ്റവും നല്ല ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഇവിടുത്തെ ബ്രില്യൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെല്ലാം ഡൗട്ട് ക്ലിയറൻസ് ഇടയ്ക്കിടയ്ക്ക് ഇടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിലും ഡൗട്ട് ചോദിക്കാം. അതുപോലെ തന്നെ വേറൊരു നല്ല ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിയർ ഗ്രൂപ്പാണ്. ഇപ്പം നമ്മുടെ ഇവിടെ മാന്നാനത്തുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പം ഞാനും സായുജൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ എക്സാം കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലാണ് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പഠിക്കാം. അപ്പം ഒരുപാട് ഡിഫറെൻ്റ് ആയ ആൾക്കാർ ഒരു അപ്രോച്ച് പഠിക്കുമ്പം അതൊരു നല്ല ഹെൽപ്ഫുൾ. പിന്നെ ഇവിടുത്തെ മെൻറ്റർ ഉദിത് സാർ നല്ല സപ്പോർട്ടാണ്.
അപ്പോൾ എല്ലാം കൊണ്ടും മോന് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ മുന്നോട്ടും ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേരളയ്ക്കും ഈ അഡ്വാൻസിനും ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ മോൻ ഇനി എന്തെങ്കിലും മെസ്സേജ് പറയാറുണ്ടോ? അതെ, പറയാനുണ്ടോ? നമ്മുടെ ഇനി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്വപ്നമായിട്ട് മുന്നോട്ട് വരുന്നവരുണ്ടാവും അല്ലേ? അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പം കേരളത്തിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രില്യൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനും ബ്രില്യൻ്റ് ചേർന്നത്. ഓക്കെ മാധവ്, അപ്പം നമ്മുടെ അതേ മോൻ മാന്നാനത്താണ് പഠിക്കുന്നത്. അപ്പം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മാന്നാനത്ത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് സിലബസ് ആണ്. അപ്പം നമ്മുടെ ബോർഡ് എക്സാംസ് അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് തന്നെ ഫുൾ ടൈം ജെഇ തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ സ്കൂളിലെ സ്റ്റാഫും നമ്മുടെ പ്രിൻസിപ്പൽ ജെയിംസ് മല്ലശ്ശേരി ഫാദറും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? നിങ്ങളുടെ ഇപ്പോൾ ഇതുപോലെ നല്ല സ്കോറൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് ടീച്ചേഴ്സും ഒക്കെ അനുമോദിച്ചോ? എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നമ്മുടെ മാധവൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. മാധവൻ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു സ്കോർ നേടിയതെന്നും എല്ലാവരും ഹാപ്പിയാണ്. അമ്മ ജോലി സ്ഥലത്താണ്, അവിടെ നിന്ന് എല്ലാവരും തന്നെ ഹാപ്പിയാണ്. അച്ഛൻ, എല്ലാവരും രണ്ടുപേരും മോൻ്റെ ഈ ഉയർന്ന ഒരു വിജയത്തിൽ എല്ലാവരും തന്നെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ബ്രില്യൻ്റ് ഫാമിലി ഒന്നടങ്കം ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.